ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻ ട്രേഡർ. ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ സ്കാൽപ്പിംഗ് ട്രേഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ സ്കാൽപ്പിങ്ങിന് നമുക്ക് പെട്ടെന്ന് എൻട്രി എക്സിറ്റും കിട്ടും, അതേപോലെ റിവേഴ്സലും ഉണ്ടാവും. അപ്പം ഏതൊക്കെ സിഗ്നലിൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന സിഗ്നൽ നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെ, അതേപോലെ ഇതിനകത്തൊരു ഓപ്ഷൻസിലാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു പ്രോഫിറ്റ് എടുക്കാൻ എങ്ങനെ പറ്റും സ്കാൽപ്പിംഗ് ട്രേഡിലൂടെ എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ നല്ലൊരു ബൈ ട്രേഡ് ഉണ്ടായിരുന്നു. മോർണിംഗ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഹൈക്ക്, മാർക്കറ്റ് മോർണിംഗിൽ തന്നെ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഡൗണും പോയി. പിന്നെ നമുക്ക് ക്ലോസിംഗ് സെഷൻ നോക്കിയാൽ ഇപ്പം അവിടെ ഒരു ഡൗണും നടന്നിട്ടുണ്ട്, പിന്നെ ഒരു അപ് ട്രെൻഡ്. ഈ ലാസ്റ്റത്തെ അപ് ട്രെൻഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പിടിച്ച് നമുക്കൊരു 150 പോയിന്റ്സ് എന്തായാലും ഷുവറായിട്ട് കിട്ടിയിട്ടുണ്ട്. 193 പോയിന്റ്സ് ആണ് ഇപ്പം നമ്മുടെ കറണ്ട് PL കാണിക്കുന്നത്. പക്ഷേ നമുക്ക് കൺഫർമേഷനും ബ്രേക്കൗട്ടും കഴിഞ്ഞ് എടുത്ത് എന്തെങ്കിലും വന്നാലും ഒരു 150 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് കറണ്ട് കോൾ ഓപ്ഷനും നമുക്ക് പുട്ട് ഓപ്ഷൻ നമുക്ക് ഏത് റേറ്റ് ആണോ അതിൻ്റെ അനുസരിച്ചുള്ള നമുക്ക് കോളം പുട്ടി ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നതിൻ്റെ 49,100 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് വന്ന ബൈ പ്രകാരം നമുക്ക് ബ്രേക്ക് 750 നമുക്ക് അടിച്ചു കയറിയ കോൾ ഓപ്ഷൻ 849 ലാസ്റ്റ് ഒറ്റ ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഹൈക്കായിരുന്നു. 100 പോയിന്റ്സ് നമ്മൾ ഷുവറായിട്ട് ഇതിൽ നിന്ന് നമുക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചത് സിമ്പിളാണ് ചെക്ക് ചെയ്യാനായിട്ട്. ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1 നമുക്ക് മാർക്കറ്റ് ഒരു ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാൻ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പം മാർക്കറ്റ് എവിടെ എക്സിറ്റ് ചെയ്യണം, ഏത് പോയിന്റിൽ എൻട്രി എടുക്കണം എന്നൊക്കെ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് നേടി നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഇപ്പം ഇതിൽ സിമ്പിളാണ് നമുക്ക് നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഗ്രീൻ ആണ് ബൈസിക്കിൾ, റെഡ് ആണ് സെല്ല്. അപ്പോൾ സ്കാൽപ്പിങ്ങിന് 1 മിനിറ്റ് വെച്ച് വെച്ചാൽ മതി. കൂടുതൽ M5 ആണ് വെക്കേണ്ടത്. പക്ഷേ മോർണിംഗ് സെക്ഷനിൽ 11 o'clock മുന്നേ നമുക്ക് ക്ലോസിങ്ങിൽ ഒരു 2 മണിക്ക് ശേഷം നല്ല ട്രേഡുകൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലാസ്റ്റ് വന്ന ട്രേഡ് പ്രകാരം ഗ്രീൻ കളർ അപ്പാറ് നമുക്ക് സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അതിന് എൻട്രി പോയിന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടാർഗറ്റ് താഴെ. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കേണ്ട ലെവൽ പറഞ്ഞുതരാം. ഇപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ ഗ്രീൻ വരണം, താഴെ ഗ്രീൻ വരണം, ബൈസോണും വരണം. ഇത് 3 കൺഫേം ആയി ഇവിടുന്നാണ്. അപ്പോൾ അവിടെ താഴെ നോക്കുകയാണെങ്കിൽ 3 ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് നല്ല വലിപ്പമുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു, നല്ല ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ആ ഹോൾഡ് ചെയ്ത് വെച്ച പൊസിഷൻ നല്ലൊരു ഹൈക്കാണ്. ഇപ്പോൾ റീ എൻട്രി ലെവലും നമുക്ക് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയായിരുന്നു രാവിലത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ. രാവിലത്തെ ലെവലിൽ നമുക്ക് ഇതേപോലെ തന്നെ രാവിലെ നമുക്ക് ഗ്യാപ് ഡൗണിൽ ഓപ്പണായ മാർക്കറ്റ് സിഗ്നൽ കൺഫേം ആയ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ നോക്കി നല്ല സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രേക്ക് ഔട്ടാണെന്ന് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒറ്റയടിക്ക് കയറി. അപ്പോൾ രാവിലത്തെ ഈ ബ്രേക്കിൽ കിട്ടിയ നല്ലൊരു ഹൈക്കാണ്. അത് ആ 49,100 കോൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അത് മോർണിംഗ് സെക്ഷനിൽ നമുക്ക് വന്ന ട്രേഡ് അവിടെ ബൈസിക്കിൾ വന്ന് കൺഫേം ആയി നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ 680 നമ്മൾ മോർണിംഗിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ് 848 ആണ്. അവിടെ തിരിച്ചൊരു പുൾ ബാക്ക്, അതായത് ഇവിടെ ഒരു ബാക്ക് ട്രേഡ് ആണ് നടക്കുന്നത്. അതായത് മാർക്കറ്റ് സെല്ലിലേക്ക് ആകുന്നില്ല. ഇതൊരു സെല്ലാണെങ്കിൽ റെഡ് കാണിച്ചേനെ, ഇല്ലെങ്കിൽ തിരിച്ച് കയറുന്നൊരു മീനിങ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത് മാർക്കറ്റ് പിന്നെയും തിരിച്ചു കയറി. ഇപ്പോൾ രണ്ടാമത്തെ ട്രേഡ് നമുക്ക് ഇവിടുന്ന് 783 പിന്നെ എടുക്കാം. അത് നമ്മൾ പിന്നെ 940 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ട്രേഡായിട്ട് ഇത് എടുക്കാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ സെല്ലും വന്നു. പക്ഷേ നമുക്ക് ആദ്യത്തെ ആ ഒരു ട്രേഡിൽ തന്നെ പ്രോഫിറ്റ് നല്ല ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ട്രേഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. സിഗ്നൽ വന്ന് കൺഫേം ആയി അടുത്ത ക്യാനിൽ ഓപ്പണിംഗ് റേറ്റ് ട്രേഡ് എടുക്കാം. അപ്പം റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ സ്ട്രോങ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, കൺഫർമേഷൻ പെട്ടെന്ന് നടക്കുന്നെങ്കിൽ നല്ല ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അതുപോലത്തെ ട്രേഡ് പിക്ക് ചെയ്ത് നമുക്ക് എടുത്ത് ഈസിയാണ്. അഥവാ ഒരു ട്രേഡ് എടുത്ത് നമ്മൾ റിവേഴ്സ് പോയാലും നമുക്ക് കളർ ചേഞ്ച് കാണിച്ചു തരും. അത് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള, അതായത് എക്സിറ്റ് അടിക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് അവിടെ എക്സ്ട്രാ കളറിലായിട്ട് നമ്മുടെ സോഫ്റ്റ് കാണിച്ചു തരും. അതായത് ബ്ലൂ, വൈറ്റ്, ഓറഞ്ച് അങ്ങനത്തെ എക്സ്ട്രാ കളറിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്കൊരു ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഒരു ട്രേഡ് നമുക്ക് ആക്ച്വലി അതായത് ഒരു അപ്പിലേക്കും ഡൗണിലേക്കും പോകാത്ത സിറ്റുവേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ലാസ്റ്റ് വന്ന സെല്ല് നമുക്ക് മാർക്കറ്റ് കുറച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് തരാതെ തിരിച്ചു കയറി. ഇപ്പോൾ ഇവിടെ തിരിച്ചു കയറിയിട്ട് പിന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അപ് ട്രെൻഡ് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ഇത്രയും കയറിയിട്ട് അപ്പ് തന്നിട്ടില്ല, അപ് ട്രെൻഡ് തന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് തിരിച്ചിറങ്ങും. വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചിറങ്ങുമ്പോൾ എൻട്രി എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസോടെ താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് ആക്ച്വലി റെഡ് ആണ്, നമുക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നിന്നൊരു ചെറുതായിട്ടൊരു അപ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് താഴെ ഒരു കൺഫർമേഷൻ ബാർ മാറിയതുമാണ്, പക്ഷേ ബൈസിക്കിളായിട്ട് തന്നിട്ടില്ല. അതിനകത്ത് തിരിച്ചിറങ്ങും. അതൊരു അപ് ട്രെൻഡ് അല്ല. നമുക്കത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.